ചേട്ടാ, ഈ കല്ലൂപ്പാറയ്ക്ക് പോകുന്ന ഏത് വഴിയാ? നേരെ അങ്ങ് വിട്ടോണ്ടാ മതി. പായിപ്പാട് കവിയൂര്, കവിയൂരിന്ന് ഇടത് പിടിച്ചാ കല്ലൂപ്പാറ. ശരി, താങ്ക്സ് ചേട്ടാ. ആ, എനിക്ക് തെക്കോട്ടങ്ങനോടി പരിചയമില്ല സാറേ. എനിക്ക് വരുന്ന ഓട്ടം മുഴുവൻ അങ്ങ് വടക്കോട്ടാ. വല്ലപ്പോഴും ഒന്ന് തെക്കോട്ടും കൂടി ഓട് സുഗണ, ഒരു ചേഞ്ച് ആകട്ടെ. ഇനി ഓടാം സാർ. To Mr. John Daniel. To Mr. John Daniel. Mattത്ത് House. മറ്റത്ത് ഹൗസ്. കല്ലൂപ്പാറ PO. കല്ലൂപ്പാറ PO. തിരുവല്ല. തിരുവല്ല. ഇത്രയും മതി. ചാച്ചോ, പറഞ്ഞ വാക്ക് ഞാൻ ദേ പാലിക്കുകയാണ്. പറഞ്ഞ വാക്ക് ഞാൻ ദേ പാലിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ഈ ലെറ്റർ ചാച്ചൻ അവിടെ കിട്ടിയിരിക്കും. ദിവസത്തിനുള്ളിൽ ഈ ലെറ്റർ ചാച്ചന് അവിടെ കിട്ടിയിരിക്കും. ദേ, ഇത് ഞാൻ വിജയെ വിശ്വസിച്ച് എഴുതിയതാണ്. വിജയ് നാട്ടിലെത്തി കഴിഞ്ഞ് തിരക്കിനിടയ്ക്ക് ഇതെങ്ങാനും പോസ്റ്റ് ചെയ്യാൻ മറന്ന ഞാൻ ചാച്ചന്റെ മുമ്പിൽ ചമ്മി പോവും കേട്ടോ. ഒരിക്കലുമില്ല. നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാലുടൻ ഈ ലെറ്റർ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. അത് മതി. എങ്കിൽ ബാക്കി എഴുതിക്കും. മെറിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ എപ്പോഴേ തീരുമാനിച്ചിരുന്നു, നാട്ടിലെത്തിയാലുടൻ ഈ ലെറ്റർ അവളുടെ വീട്ടിൽ നേരിട്ടെത്തിക്കണം. അപ്പയ്ക്കും അമ്മയ്ക്കും ബലിയിടുക, പിന്നെ ചില ചില്ലറ ബിസിനസ് ഡീലിങ്സ്. ലണ്ടനിലെ മോഹൻദാസ് എനിക്ക് പൗണ്ട്സിൽ തരാനുള്ള പണം നാട്ടിൽ അയാളുടെ അളിയന്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ റുപ്പീസിൽ വാങ്ങിക്കുക. അവിടെ നിന്നും നേരെ കല്ലൂപ്പാറയ്ക്ക്, മറ്റത്ത് ജോൺ ഡാനിയലിന്റെ വീട്ടിലേക്ക്. ഇനി കാക്കാൻ പറ്റുകയല്ല ജോണിച്ച, എനിക്കിന്ന് അവളുടെ നമ്പർ കിട്ടിയേ പറ്റൂ. രൂപ 10-100 പോയാലും വേണ്ടുകയില്ല. എന്നതാ കാര്യമെന്നൊന്നും അറിയണമല്ലോ. ദേ, അവള് തന്നേച്ചു പോയ വാക്കിന്റെ പുറത്താ ഞാനിപ്പോ ഇന്നിപ്പ് നിൽക്കുന്നേ. അതിപ്പോ തോമാച്ച അവള് മനഃപൂർവ്വം ആയിരിക്കുകയല്ല. അവിടെ എന്തുവേലും അവിടെ കുന്ത. ഓ, അന്ന് കേസ് കൊടുത്തപ്പോ നീ അടക്കം എല്ലാവരും എന്നെ പഴിച്ചില്ലേ? എനിക്കറിയായിരുന്നു ജോണിച്ച ഒടുക്ക ഇത് ഇങ്ങനെയൊക്കെ വരൂന്ന്. പുറത്താരാണ്ടോ വന്നല്ലോ കുഞ്ഞെ. നോക്കട്ടെ ചാച്ച. എടി, ആ ചൂര് ഇവിടെ ഇട്ടേച്ചു പോ. മെറിന്റെ വീടല്ലേ? അതെ. ആ, നമസ്കാരം. ഞാൻ വിജയ് ദാസ്, ലണ്ടനാ. മെറിന്റെ ഫ്രണ്ടാണ്. ഞാൻ മെറിന്റെ ഫാദറാ. ഓ, മനസ്സിലായി. കേറി വന്നാട്ടെ. ആ, ഇരുന്നാട്ടെ. ഓ, മാലു അല്ലേ? അതെ. മെറിൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ചോക്ലേറ്റ്സ് ചേച്ചി പ്രത്യേകം തന്നയച്ചതാ. ദാ. താങ്ക്സ്. ഓ, ഇദ്ദേഹത്തെ മനസ്സിലായില്ല. ഞാൻ തോമാച്ചൻ, ഇവരുടെ അയൽക്കാരനാ. എന്ത് ചെയ്യുന്നു? ഓ, ചെയ്യുന്നത് പറഞ്ഞ നിങ്ങളുടെയൊക്കെ കണ്ണിൽ അതൊരു നാറിയ ഏർപ്പാടാന്നേ. പലിശയ്ക്ക് കാശ് കൊടുക്കൽ. ഇവിടേക്ക് ഇപ്പൊ എങ്ങനെയാ ചേട്ടാ? മാർക്കറ്റിൽ നല്ല സ്കോപ്പ് അല്ലേ? ഒരു കോപ്പുമില്ല. ചില നാറുകൾ വാങ്ങിച്ച തരികയിലെന്നേ. പിന്നെ ഇത് മെറിൻ തന്നയച്ചതാ.
അല്ല, ഈ എഴുത്തും മുട്ടായും അല്ലാതെ വേറൊന്നും തന്നു വിട്ടില്ല ആ കൊച്ച്. വേറെ അതെ, അവനെ പറയാൻ നാണായിരിക്കും. എനിക്കതില്ലാത്തോണ്ട് ഞാൻ പറയാം. പലപ്പോഴായി എന്നോടായിരുന്നു വാങ്ങിച്ചതും അതിന്റെ പലിശയും പലിശയുടെ പലിശയും ഒക്കെ ചേർത്ത് നല്ലൊരു സംഖ്യ അവന് എനിക്ക് തരാനുണ്ട്. ലണ്ടനെ പോയി പണിയെടുത്തുണ്ടാക്കുന്ന കാശ് മാസാമാസം തരാന്നാ കൊച്ചു വാക്ക് പറഞ്ഞതിന്റെ പേരിലാ ഞാൻ തൽക്കാലം അടങ്ങിയത്. പക്ഷെ ഇപ്പോ അവള് പോയിട്ട് 2 മാസമായി. ഒരു ചില്ലിക്കാശ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എന്റെ ബലമായ സംശയം ഇത് വിറ്റുകളെല്ലാം കൂടെ ഒത്തുകൊണ്ടുള്ള പണിയാന്നാ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാൻ മറന്നുപോയി. മെറൻ സാലറി കിട്ടിയ ക്യാഷ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദാ അതിങ്ങ് തന്നേക്ക്. ഇതൊക്കെ അങ്ങനെ മറക്കാമോ കുഞ്ഞ്? സാരമില്ല, 1 മാസത്തേക്കുള്ള പലിശക്കായി. എങ്കിൽ ജോണിച്ചാ, ഇനി ഞാൻ ഇരിക്കുന്നില്ല. പിരിയക്കടക്കാര് വേറെ ഉണ്ടേ. എന്നാ വരട്ടെ ലണ്ടൻ മോനെ. ആ അപ്പൊ ശരി. അല്ല, നാട്ടിലെത്തിയ 7 ദിവസം കൊണ്ട് 7000 കൂട്ടം കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയ ആളാ. എന്നിട്ടിപ്പോ ഞാനറിയാതെ എന്റെ വീടും തപ്പിപ്പിടിച്ച് ചെന്ന് കയ്യിലുണ്ടായിരുന്ന കാശും കൊടുത്ത് അവിടെ നിന്നുള്ള അച്ചപ്പവും കുഴലപ്പവും ഒക്കെ ആയിട്ട് വന്നേക്കുന്നു. പട്ടുണ്ടോ? കുറച്ച് ഈ അടുത്താ തുടങ്ങിയത്. ആ പിന്നെ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇനി ആ കാശ് തിരിച്ചു കിട്ടണേ കുറച്ചേറെ കാത്തിരിക്കേണ്ടി വരും. ഞാൻ കാത്തിരുന്നോളാം. മെറിൻ, ആ ഒന്നിങ്ങി വന്നേ. എന്താ ചേച്ചി? ദേ, നീ ഇത് കണ്ടോ? എന്നാലും ആ തമ്പിക്കുട്ടി ചായം കാണിച്ചൊരു പണിയേ. മെറിന്റെ ജീവിതത്തിൽ താൻ കാരണം ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതിൽ ഇയാൾക്ക് തെല്ലും കുറ്റബോധമില്ലെന്ന് മാത്രമല്ല, മറ്റു പല രീതികളിലും മെറിനെ മുതലെടുക്കാനും ഇയാൾ ശ്രമം നടത്തുന്നു എന്നാണ് ഞങ്ങൾക്ക് രഹസ്യമായി ലഭിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. നാട്ടിലെ ബ്ലേഡ് മാഫിയകളുടെ അതേ കച്ചവട സംസ്കാരം തന്നെ പിന്തുടരുന്ന ഇയാൾ UK-യിലെ മുഴുവൻ മലയാളികൾക്ക് ഒരു അപമാനവും ഭീഷണിയും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ.